ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പ്രീമിയർ ലീഗിൽ നടന്ന ഇപ്സ്വിച്ച് ടൗൺ വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരം 6-0 എന്ന ബ്രഹ്മാണ്ഡ സ്കോറിൽ സിറ്റി വിൻ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു മത്സരത്തോടു കൂടി പ്രീമിയർ ലീഗ് പോയിന്റ് ടേബിളിൽ 4-ാം സ്ഥാനത്തേക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. റോഡ്രി പോയതിന് ശേഷം ഇത്രയും ഡിഫെൻസീവ്ലി സ്ട്രോങ് ആയിട്ട് കളിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു തരത്തിലും ബോക്സിനകത്ത് കയറാൻ സമ്മതിക്കില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലായിരുന്നു സിറ്റിയുടെ ഒരു പെർഫോമൻസ്. എനിക്കൊന്ന് കോവാക്കിച്ചിന് ഇത് റോഡ്രി പോയതിന് ശേഷം ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ വേണ്ട വിധത്തിൽ പുള്ളിക്ക് അത് ഫോമിലേക്ക് വരാൻ വേണ്ടി സാധിച്ചില്ല. റീസെൻ്റ്ലി കളിച്ച എല്ലാ മാച്ചുകളും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മാച്ചിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റേബിളായിട്ട് കളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പഴയ ആ ഒരു സിറ്റിയുടെ ആ ഒരു ട്രാക്കിലേക്ക് വന്നതായിട്ടാണ് ഈ ഒരു മത്സരത്തിലെ പെർഫോമൻസ് വൈസ് കാണാൻ വേണ്ടി സാധിച്ചത്. ഓപ്പോണൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഡൗൺ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. അവരെ ഒരു രീതിയിലും യാതൊരു തരത്തിലുള്ള ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിച്ചില്ല. മിഡ്ഫീൽഡ് ആയാലും ഡിഫൻസ് ആയാലും അതുപോലെ അറ്റാക്കിങ്ങിലായാലും ടോട്ടലി ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ഓപ്പോണൻറ്റിൻ്റെ ഭാഗത്ത് നിന്നും കാണാൻ വേണ്ടി സാധിച്ചത്. സിറ്റി പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി വരുന്ന ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിലും ഈ ഒരു സെയിം പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.